നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി കേട്ടോ. പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷം കേട്ടേന് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മാറ്റം വരും കേട്ടോ. പിന്നെ കടലപ്പൊടി ബാത്ത് പൗഡറിന് പകരം കടലപ്പൊടി അല്ലെ, സോപ്പിന് പകരം കടലപ്പൊടി പറഞ്ഞു. ഒരാഴ്ച നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ അതുപോലെ മുഖത്തിനാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടും. ഫേസിനൊക്കെ ഞാൻ ഇതിനു മുമ്പ് കടലപ്പൊടി കൊണ്ടുള്ള ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് ബോഡിയിലും എല്ലാം കടലപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഈ റോസ്മേരി എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് റോസ്മേരി ഇതാണ് കേട്ടോ. റോസ്മേരിയുടെ ഉണങ്ങിയ ലീഫാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേക വാസനയാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കും റോസ്മേരി കണ്ടോ, മുള്ളു പോലെ ലീഫാണ് കേട്ടോ. അപ്പൊ ഇത് ഉണങ്ങിയില്ല. അപ്പൊ നമുക്കിത് പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് ആവശ്യം ഓരോരുത്തരുടെ മുടിക്ക് ആവശ്യമായത്ര ലീഫ് എടുക്കാം റോസ്മേരി. അപ്പൊ ഞാൻ ഒരു 3 സ്പൂണാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് 3 സ്പൂൺ റോസ്മേരി എടുത്തിട്ട് ഇത് പതുക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം ഇത് കേട്ടോ. ഈ ഉണങ്ങിയതാണ്. അപ്പൊ പൊടിക്കാൻ ഇത് കണ്ടോ, ഇത് പൊടിച്ചെടുക്കാം. ചെറിയ മിക്സിയിലോ ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നല്ല നൈസ് പൗഡർ ആവും ഇത്. നൈസ് പൗഡർ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം കേട്ടോ. 2 സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് 1 സ്പൂൺ ഹണി ഒഴിക്കാം. ഇത് 3ഉം ഒഴിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് നല്ല 1 സ്പൂൺ തൈര്. നമ്മളിപ്പോ തലേ ദിവസം കൂട്ടി വയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പിറ്റേ ദിവസത്തേക്കാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം അപ്പൊ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ തലേ ദിവസം കൂട്ടി വയ്ക്കുവാണെങ്കിൽ ഇത് പൊടിച്ചിട്ട് ഇതിലേക്ക് പിന്നെ ഒലിവ് ഓയിലും ഹണിയും ഒഴിച്ചു വെച്ചിട്ട് 1 സ്പൂൺ തൈര് കൂടി ചേർക്കണം. ഈ തൈര് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എപ്പോഴാണോ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് ചേർത്താലും മതി കേട്ടോ. ആ സമയത്ത് ഇത് നമുക്ക് ചേർത്താലും മതി. തലേ ദിവസം അപ്പം എടുത്ത് വെക്കുകയാണെങ്കിൽ ഒലിവ് ഓയിലും 2 സ്പൂൺ ഒലിവ് ഓയിലും 1 സ്പൂൺ ഹണിയും കൂടിയും ചേർത്ത് ഈ പൗഡറിൻ്റെ അടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് തൈരും 1 സ്പൂണോ 2 സ്പൂൺ, അത് ഓരോരുത്തരും മുടിയുടെ അനുസരിച്ചിരിക്കും കേട്ടോ. തൈരും ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ പാക്കായിട്ട് ഉപയോഗിക്കാം. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസ്മേരിയുടെ ഗുണം എന്താണെന്ന് കേട്ടോ. റോസ്മേരി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും. ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആയി നമുക്ക് കൂടുതൽ മുടി വരും. അതാണ് ഇതിന്റെ മെയിൻ ഇത് കേട്ടോ. നമുക്ക് പലതരത്തിൽ റോസ്മേരി ഉപയോഗിക്കാം. അപ്പൊ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഈ ഒലിവ് ഓയിലും അതുപോലെ തന്നെ ഹണിയും പിന്നെ യോഗേർട്ടും. ഒലിവ് ഓയിലും ഇതുപോലെ മുടി എപ്പോഴും നല്ല സിൽക്കി ആയിരിക്കും. മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഹണി ആണെങ്കിലും അതേ തന്നെയാണ് കേട്ടോ. എല്ലാം ഹണിക്ക് പിന്നെ ഡ്രൈനെസ് ഒക്കെ മാറ്റും നമ്മുടെ മുടിയുടെ കേട്ടോ. സ്കാൽപ്പിലുള്ള ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. യോഗട്ട് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള കാരണം മുടിക്കും അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സോട് കൂടിയ ഹെയർ മാസ്ക് ഏറ്റവും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത് റോസ്മേരി പിന്നെ ഒലിവ് ഓയിൽ ഉണ്ട്. ഒന്നുകൂടി ഞാൻ പറയാണ് കേട്ടോ. ഒലിവ് ഓയിൽ, പിന്നെ അതുപോലെ ഹണി, പിന്നെ തൈര്. ആവശ്യത്തിന് നമുക്ക് എന്തോരം വേണം മുടിക്ക് അതനുസരിച്ചിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ അളവിന് എടുക്കാം കേട്ടോ. അളവിന് എടുത്തിട്ട് ഇതുപോലെ ഇത് പൊടിച്ചെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. പൊടി പോലെ കിട്ടും ഇത്. വലിയ അമ്മിയമ്മ വെച്ച് പിടിക്കോ, അതല്ലെങ്കിൽ നമുക്ക് മറ്റേ മിക്സിയിൽ അടിച്ചെടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു ഹെയർ മാസ്ക് ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, സാധിക്കുന്നെങ്കിൽ 1 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അലോവേരയും ഒലിവ് ഓയിലും തേച്ചിട്ട് കഴുകി കളയണോ എന്ന് ചോദിച്ചു.
നീർപ്പിടുത്തമൊന്നും ഇല്ലാത്തവര്, നീർപ്പിടുത്തമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈവനിങ് ടൈമിൽ മുടി പിടുത്തുന്ന സമയത്ത് ഈ അലോവേരയും ഓയിലും കൂടി അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങുന്ന സമയത്ത് ഉണങ്ങിയിട്ട് നമുക്കിത് കെട്ടി വെക്കാം. പിറ്റേ ദിവസം രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളയാറാണ് പതിവ് കേട്ടോ. ഇനി പ്രശ്നങ്ങളുണ്ട്, നീർപ്പിടുത്തമുണ്ട്, അധികം തണുപ്പ് പറ്റാത്തവർ ഇത് ഡേ ടൈമിൽ അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നല്ല സിൽക്കി ഹെയർ ആയിട്ട് വരും. നമ്മളുടെ ബീട്രൂട്ട് ഹെന്ന ഉണ്ടല്ലോ, ബീട്രൂട്ട് ഡൈ, അപ്പോൾ ആ ബീട്രൂട്ട് ഡൈ കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് വേണമെങ്കിൽ അന്ന് തന്നെ ഉപയോഗിക്കാം നീലാമരി. ഇനി സമയമില്ലാത്തൊരു നെക്സ്റ്റ് ഡേ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ ഈ അലോവേര പ്ലസ് ഒലിവ് ഓയിൽ ചേർത്തിട്ടുള്ളത് പാക്ക് തേക്കാം. അപ്പോൾ സൂപ്പർ ആയിരിക്കും കേട്ടോ. മുടി കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഷാമ്പു ഒക്കെ ഉപേക്ഷിക്കണം കേട്ടോ. ഷാമ്പു ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ആയുർവേദ ഇതുപോലെയുള്ള പൊടികളൊക്കെ കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നല്ല റിസൾട്ടായിരിക്കും. അത് ഉപേക്ഷിക്കുമ്പോൾ തന്നെ മുടി കറുത്തു തുടങ്ങി അല്ലേ, നാച്ചുറലായിട്ടുള്ള ആ കളർ കിട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതിൽ വളരെ സന്തോഷം കേട്ടോ. 3 മാസത്തോളമായല്ലോ ഷാമ്പു നിർത്തി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മാറ്റം കണ്ടു തുടങ്ങിയല്ലോ. അപ്പൊ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടിയവരാണ് കേട്ടോ മിക്കവരും. ഇത് മുടി കൊഴിച്ചിലാണെങ്കിലും മുടി വളരുന്നതാണെങ്കിലും ഡ്രൈനെസ് മാറി ബ്ലാക്ക് ആവുന്നതൊക്കെ ശരിക്കും കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് വ്യത്യാസം വന്നവരാണ് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, ഒരാഴ്ച കൊണ്ട് നിങ്ങൾ സോപ്പ് ഉപേക്ഷിച്ചിട്ട് പൊടി അത് വെച്ചിട്ടുള്ള വാഷ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടും. നമ്മളുടെ ഇതെല്ലാം ഇത് മാസ്കും ആണെങ്കിലും അതെ കേട്ടോ, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. മുടി ഒരുപാട് ഊരിപ്പോയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഇതിന് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. ഒരാഴ്ച നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ എന്തിനാണ് പലതരം പാക്കൊക്കെ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. ഈ പലതരം പാക്ക് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മുടിക്ക് അല്ലേ. അപ്പോൾ ചിലവർക്ക് മുടി താരനുണ്ടെന്ന് പറയും, ചിലവർ മുടി ഡ്രൈനെസ് ആണെന്ന് പറയും, മുടി പൊട്ടിപ്പോകുന്നുണ്ട്, മുടിയുടെ സ്പ്ലിറ്റ് എൻഡ് വരുന്നുണ്ട്, മുടി പിന്നെ എന്താ പറയുക ഊരിപ്പോണുണ്ട് അല്ലേ, മുടി ഊരിപ്പോണു, മുടി ചകിരി പോലെ ഒരു ഭംഗിയില്ലാതെ ഇരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് മാറി മാറി ടിപ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഉപയോഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ബെനിഫിറ്റ് ആണ്, ഗുണങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടും. പിന്നെ കൂടാതെ ചിലവർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇതെല്ലാ പാക്കും ഉപയോഗിക്കാമോ? എല്ലാ പാക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതായത് നമ്മളുടെ സൗകര്യം പോലെ നമുക്ക് ഏതാണോ എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്നത്. അതെ, ചിലവർക്ക് അലോവേര പ്ലസ് ഒലിവ് ഓയിൽ ആയിരിക്കും പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോ വരെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒലിവ് ഓയിലും പിന്നെ ഈ അലോവേര ജെല്ല് കേട്ടോ. ഇത് അലോവേര ജാമുണ്ട് കേട്ടോ. അലോവേര ജാം ഒരിക്കൽ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പം ഈ അലോവേര ജെല്ലിൽ ഈ ഒലിവ് ഓയിലും കൂടി അപ്ലൈ ചെയ്യുന്നത് ഇന്നലെ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് മുടി വളരുന്നുണ്ട് കേട്ടോ. നമ്മൾ അറിയില്ല നമ്മളുടെ മുടിയിൽ വരുന്ന മാറ്റം മറ്റുള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അവർ പറയാം നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയും കേട്ടോ. മുടി ശ്രദ്ധിക്കുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെ കുഞ്ഞു കുഞ്ഞു മുടി വളരും. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലെങ്തി അല്ലാത്ത മുടികൾ ഉണ്ടാവും കേട്ടോ. മുടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലെ ഒലിവ് ഓയിൽ നിങ്ങളെ കാണിച്ചു തന്നപ്പോൾ അപ്ലൈ ചെയ്തതാണ് കേട്ടോ. കണ്ടോ ബ്ലാക്ക് കണ്ടോ? ഒരു പ്രത്യേക തരം ബ്ലാക്ക് അല്ലേ. ഈ ഒലിവ് ഓയിലും അലോവേരയും ജെല്ലും കൂടി തേക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കളറ് കിട്ടും കേട്ടോ. ഇന്ന് വേറെ ഒന്നും വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞുള്ളൂ. ഇന്നലെ അപ്ലൈ ചെയ്തു, ഓവർനൈറ്റ് വെച്ചു, ഇന്ന് വാഷ് ചെയ്ത് കളഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിലും നമുക്ക് ഏതാണോ എളുപ്പം അത് വെച്ചിട്ട് നമുക്ക് മാസ്ക് ഉണ്ടാക്കാം. ചിലപ്പോൾ സെറം ഉപയോഗിക്കാം അല്ലേ. ഈ ചെമ്പരത്തി പൂവൊക്കെ ഇട്ടിട്ട് ഉലുവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം അത് നമുക്ക് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമുക്ക് റോസ്മേരി കൊണ്ടുള്ള സെറം എടുക്കാം കേട്ടോ. ഇത് തിളപ്പിക്കാതെ തന്നെയുള്ള സെറം എടുക്കാം. അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഈ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഇത് പൊടിച്ചിട്ട് ഇതിലേക്ക് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പേസ്റ്റ് ആക്കാം. പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. മുടി കൊഴിച്ചിൽ നിൽക്കും, മുടി വളരും, പൊട്ടിപ്പോവൽ മാറും,
കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്ക് കായ പോലെ ഉണ്ടാക്കി വരും ഡ്രൈനസ് ഒക്കെ വരുമ്പോൾ. അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഏറ്റവും നല്ല ഇതാണ്. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അങ്ങനെയാണ് കേട്ടോ. സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് മുടി ധാരാളം ഉണ്ടാവും, വികസിക്കും ഫോളിക്കിൾസ് ഒക്കെ. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കൂടുതൽ ഞാൻ അതാണ് പറയാത്തത്. എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറയുമ്പോൾ പിന്നെ അത് ലെങ്തി ആവണമെന്നൊക്കെ ഒരു വിഷമം നിങ്ങൾക്ക് തോന്നണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ പറയാത്തത്. കൂടുതൽ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടുള്ള ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങളോടെല്ലാം പറഞ്ഞു തരുന്നത്. സ്ക്രിപ്റ്റ് ആയിട്ടൊന്നും എഴുതി ഉണ്ടാക്കി പഠിച്ച് പറയണതല്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കാം കേട്ടോ. നീണ്ടു പോണു വീഡിയോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ക്ഷമിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ്സ് എന്താണോ അത് നിങ്ങൾ ഉൾക്കൊള്ളാം കേട്ടോ, എടുത്തിട്ട്. അതാണ്. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മളുടെ അനുഭവം കൂടിയും പറയാമല്ലോ. കാരണം അതാണല്ലോ, എൻ്റെ അനുഭവം കൊണ്ടിട്ടാണല്ലോ എനിക്കിതെല്ലാം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പറ്റുന്നത്. അല്ലാതെ ഞാൻ ഉപയോഗിക്കാത്ത സാധനത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനും പറ്റില്ല. അപ്പം നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണോ, റിസൾട്ട് എന്തൊക്കെയാണോ, അതൊക്കെ അല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതങ്ങനെ പറയുമ്പോൾ കൂടുതൽ ഓപ്പൺ ആവും. ഓപ്പൺ കാരണം ഞാൻ പിന്നെ നമ്മളെയൊക്കെ കാണുന്നത് നമ്മുടെ സ്വന്തം ഒരു ഫാമിലിയിലെ ആൾക്കാരെ പോലെയാണ്. അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കാണണം, പെട്ടെന്ന് തീർക്കണം എന്നുള്ളവര് ഞാൻ പറയുന്ന എന്താണോ, പാക്കിന്റെ എന്താണോ അത് കേട്ടോളൂ കേട്ടോ. അപ്പോൾ അല്ലാതെ ഞാൻ മനഃപൂർവ്വം നീട്ടിപ്പോകുന്നതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് ചുരുക്കാൻ. പക്ഷെ എനിക്ക് എൻ്റെ ഒരു എന്താണെന്നറിയില്ല, ഒരു ഡെഡിക്കേഷനാണ് എനിക്ക് മുടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നമ്മുടെ അനുഭവം കൂടി പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ അങ്ങനെയാണ്. കാരണം എന്താണോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അത് റിസൾട്ട് വരുമ്പോൾ അത് കുറച്ച് പേർക്ക് പറഞ്ഞു തന്നാൽ അവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകും. കാരണം ഒരുപാട് മെഡിസിൻ കഴിച്ചിട്ടും ഒരുപാട് എണ്ണകൾ തേച്ചിട്ടും ഒരുപാട് ഇതുപോലെ ഓരോ ഇഞ്ചക്ഷൻ വരെ ചെയ്തിട്ടുണ്ട് മുടിക്ക്, മുടി ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഒന്നും സക്സസ് ആവാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതെല്ലാം വളരെ യൂസായി, ഉപയോഗപ്രദമായി. പിന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ്, അതായത് കെരാറ്റിൻ അങ്ങനെ ബോട്ടോക്സ് ഒക്കെ പറഞ്ഞ ചില ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അവരുടേതായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും മുടി കെയർ ചെയ്യാനായിട്ട്. അതായത് വേറെ അവർ തരുന്ന ഷാമ്പു, കണ്ടീഷണർ ഉപയോഗിക്കാവൂ, വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, മുടി ഡെയിലി കഴുകാൻ പാടില്ല, അങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു പോയാലാണ് ആ മുടി അതേപോലെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ മുടിയെല്ലാം പൊട്ടിപ്പോവും. മുടി ഇവിടം വെച്ചിട്ടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. കുറേ പേര് സങ്കടം പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ അതായത് ഭയങ്കര കോസ്റ്റ്ലിയാണ് കണ്ടീഷണറും ഷാമ്പൂ ഒക്കെ. അപ്പോൾ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള മുടി വരെ അവരുടെ പോയി. അപ്പോൾ ആ വിഷമം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർ ചോദിച്ചപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ഓരോ നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് 100% റിസൾട്ട് വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ വ്യക്തമായിട്ട് വീണ്ടും പറഞ്ഞു തരുന്നത്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ നമ്മളുടെ അനുഭവം കൂടി പറയുമ്പോഴാണല്ലോ, എനിക്ക് കിട്ടിയ അനുഭവമാണല്ലോ ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങളെ ഞാൻ അന്നേ പറഞ്ഞു. കാരണം ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് എല്ലാം ഞാൻ തേക്കുന്ന എല്ലാ പാക്കും കാര്യങ്ങളുമാണ് കേട്ടോ. അല്ലാതെ ഒരു പാക്കും ഞാൻ കാണിച്ചു തരാറില്ല. എന്നോട് അപ്പം പാക്ക് ഇട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പാക്ക് തലയിൽ ഇതുപോലെ ഹെയർ ഡൈ ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അന്ന് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ തേച്ചിട്ട് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ലോങ് വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ഒരു ദിവസം അപ്ലൈ ചെയ്യുന്നത് ഒന്നും കൂടി കാണിച്ചു തരാം. എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ അപ്ലൈ ചെയ്തത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ പറഞ്ഞനുസരിച്ചിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാണിച്ചു തരാം കേട്ടോ. പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന എന്ത് സംശയങ്ങളും മുടിയുടെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്, അല്ലാതെ ഞാൻ വലിച്ചു നീട്ടി പോകുന്നതല്ല കേട്ടോ വീഡിയോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ധരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കണ്ടു പോകണം എന്നുള്ളവർ അത് ഏതാണോ പാക്ക് പറഞ്ഞത് ആ ഭാഗം കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ.
അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. പറഞ്ഞ പോലെ എല്ലാ കാര്യം ഭംഗിയായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിന് ക്ഷമ വേണം കേട്ടോ. ക്ഷമ ഉണ്ടെങ്കിലേ നമുക്ക് ഇത് അതുപോലെ സമയവും വേണം. എന്നാലേ നമുക്ക് ഇത് ഫോളോ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ പലരും തുടക്കം മുതലേ ഇത് കണ്ടും ഈ പാക്ക് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് വളരെയധികം റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഡെഡിക്കേറ്റഡ് ആവണം മുടിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നമുക്ക് ക്ഷമയും വേണം. എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഷോർട്ട് ഇടാം കേട്ടോ. അപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള ഷോർട്ട് കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും സുഖമായിട്ടായിരിക്കട്ടെ.